ഡേ ഇൻ കൊച്ചി. ചോറ്റാനിക്കര അമ്പലത്തിലെല്ലാം പോയി വന്നു കഴിഞ്ഞപ്പോൾ തൊണ്ടയിൽ ഭയങ്കര കിച്ച് ഒരു രക്ഷയില്ല. ഹോട്ടലിൽ നിന്ന് തന്നെ പാരസെറ്റമോൾ തന്നു. അതും കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെയായി. 10 മണിക്കാണ് എണീറ്റത്. അതിന് ശേഷം കുറേ ഇങ്ങനെ ചൂടുവെള്ളം കുറേ കുടിച്ച് വോമൊക്കെ അതിന് ശേഷമാണ് കുറച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നത് കേട്ടോ. റൂമിൽ തന്നെ ഇരുന്ന് അങ്ങനെ മടി പിടിച്ച് പോകുമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഗസ്റ്റ് വരാനുണ്ട്. ആ നേരം കൊണ്ടൊന്ന് ജയലക്ഷ്മി വരെ ഒന്ന് പോയി. നേരെ ഓപ്പോസിറ്റാണല്ലോ ജയലക്ഷ്മി. ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം, എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങുകയാണ്. ഈ മ്യൂസിക് ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് അടിപൊളി മ്യൂസിക്കല്ലേ. ഇങ്ങനെ പൊതുവേ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഈ BGM കേട്ടുകൊണ്ട് അവിടുത്തെ ആംബിയൻസ് എല്ലാം ആസ്വദിക്കുക എന്ന് വെച്ചാൽ എന്തൊരു സുഖമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ BGM എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ജയലക്ഷ്മിയിലെത്തി കുറച്ച് നേരം ചുറ്റിയും കറങ്ങിയൊക്കെ നോക്കി. കുറേ ഡ്രസ്സുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പ്രോപ്പറായിട്ട് എനിക്ക് സൂട്ടബിളായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. ഡിസൈൻസൊക്കെ ഇഷ്ടപ്പെട്ടു കുറച്ച്, പക്ഷേ സൂട്ടബിളായിട്ടുള്ള സൈസസ് കിട്ടിയില്ല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാർമെൻറ്റ്സ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതെല്ലാം കാണാൻ. നല്ല കളേഴ്സ്, എനിക്കില്ലാത്ത കളേഴ്സൊക്കെ ആയതുകൊണ്ട് ഇതെല്ലാം നോക്കി സൈസ് സൂട്ടബിളായില്ല കേട്ടോ. പിന്നെ അങ്ങനെ വാങ്ങി തിരിച്ചു വന്നു. ഹോട്ടലിൽ വന്നിട്ട് കുറേ കോഫി കുടിക്കുകയായിരുന്നു. കോഫി ഇങ്ങനെ നല്ല ചൂടോടെ കുടിച്ച് തൊണ്ടയൊക്കെ പിന്നെയും വാമപ്പ് ചെയ്തു. പിന്നെ അവിടെ ബുഫേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചയ്ക്കുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കോഫിയെല്ലാം കുടിച്ച് ഞാൻ റൂമിലേക്ക് വന്നു. ഞാൻ ജയലക്ഷ്മിന്ന് എന്താ വാങ്ങിച്ചത്? കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. 1-2 സ്റ്റോൾസ് മാത്രമേ വാങ്ങിയുള്ളൂ. വന്ദേഭാരത്തിൽ പോകുമ്പോൾ തണുപ്പടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ചെന്നൈയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഹോട്ടലിലെത്തി. പിന്നെ ജയലക്ഷ്മി ഡയഗണൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഹോട്ടലിൻ്റെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.